ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾക്ക് പിന്നിൽ ബി.ജെ.പി. ആണെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. 60 പേരുടെ ജീവനെടുത്ത മുസാഫിർ കലാപത്തിന് പിന്നിലും ബി.ജെ.പിയുടെ കരങ്ങൾ. സമാജ്വാദി പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങളും കലാപം പടരാൻ കാരണമായതായി ജസ്റ്റിസ് വിഷ്ണു സഹായി കമ്മീഷന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങളുടെ ദില്ലി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് രാജ്യത്തെ മധുരക്കനിയെന്നറിയപ്പെടുന്ന കരിമ്പ് കർഷകരുടെ നാടായ മുസാഫറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 50,000-ഓളം പേർക്ക് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഈ കലാപത്തിനു പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമം നടത്തുകയായിരുന്ന ബി.ജെ.പിക്കും സമാജ്വാദിക്കും കൈയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ കലാപം അന്വേഷിക്കാനായി നിയോഗിച്ച അലഹബാദ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഭരണ നേതൃത്വം കൈയാളുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളുടെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നു. പ്രദേശത്ത് നിലയുറപ്പിച്ച ബി.ജെ.പി. സമാജ്വാദി പാർട്ടി നേതാക്കൾ കലാപം ആളിക്കത്തിക്കാൻ ശ്രമം നടത്തിയെന്നും സഹായ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക്കിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 6 അധ്യായങ്ങളിലായി 775 പേജ് വരുന്ന റിപ്പോർട്ടിൽ 337 ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം കലാപം നടന്നതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സ്ഥിരീകരിക്കുന്നത്. മുസാഫറിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള ധനസഹായത്തോടെ CPIM വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ വിഷയം പരിശോധിക്കുമ്പോൾ M.V. ജയരാജൻ, അഡ്വക്കേറ്റ് J.R. പത്മകുമാർ, N.P. ചേക്കുട്ടി, അഡ്വക്കേറ്റ് B.R.M. ഷഫീർ. ആദ്യം M.V. ജയരാജനിലേക്ക്. ശ്രീ M.V. ജയരാജൻ, ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ, അതിൻ്റെ ശരിയും തെറ്റും പുതിയ കാലത്ത് നാം വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അതിന് പിന്നിൽ ബി.ജെ.പി. ആണെന്നും SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ സൈലൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അടക്കം പരാമർശിക്കപ്പെടുമ്പോൾ ഏതൊരു തെറ്റും അത് കാലം മാറുമ്പോൾ ആ തെറ്റ് തിരിച്ചറിയുക, ആ ശരിയിലേക്ക് എത്തുകയാണെങ്കിൽ ആ ശരി ജനതയ്ക്ക് നൽകേണ്ടത് സുരക്ഷിതത്വ ബോധവും അതിനടിസ്ഥാനമായ കോൺഫിഡൻസുമാണ്. ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഭരണവർഗത്തിൻ്റെ കീഴിൽ പൂർണ്ണ സുരക്ഷിതരാണ് എന്ന ആത്മവിശ്വാസത്തോടെ തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യമാണോ ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിൽ നിലനിൽക്കുന്നത്? മുസാഫിർ കലാപം 2013 ആണെങ്കിൽ 2015 സെപ്റ്റംബറിൽ നാം ഈ വിഷയം പരിഗണിക്കുന്നു. മുസഫർ നഗറിൽ നടന്നിട്ടുള്ള വർഗീയ കലാപം ഈ നാടിനെയാകെ ഞെട്ടിച്ചതായിരുന്നു. ആ വർഗീയ കലാപത്തിൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ബി.ജെ.പി. ആണ് എന്നതാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ. ഭരണത്തിലിരിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ മൗനാനുവാദവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ജനങ്ങളെ സാമുദായികമായി ചേരിതിരിച്ച് വർഗീയ സംഘർഷത്തിലൂടെ രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുകയാണ് ഈ കൂട്ടർ. സംഘപരിവാർ അധികാരത്തിലെത്തിയ പുതിയ സാഹചര്യത്തിൽ തീർച്ചയായും ജനങ്ങൾ ഉത്കണ്ഠയിലാണ്. മതേതര വിശ്വാസികളാകെ ആശങ്കയിലാണ്. ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്. കഴിഞ്ഞ തവണ നടന്ന വർഗീയ കലാപങ്ങളേക്കാൾ 26% വർധനവാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. നാടെമ്പാടും വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഹീനമായ നീക്കമാണ് RSS നിയന്ത്രിക്കുന്ന ബി.ജെ.പി. ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷം നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ മുസഫർ കലാപത്തിൻ്റെ കാരണക്കാർ ബി.ജെ.പിക്കാരാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയെ തുറന്നു കാട്ടുന്നുള്ളൂ. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടി വിപുലമായ യോജിപ്പുണ്ടാക്കി ഒന്നിച്ചു നിൽക്കണം. വർഗീയത ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ചെറുക്കണം. RSS IS-ന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെ സൃഷ്ടിക്ക വഴി ഭീകരവാദികൾ ലോകമെമ്പാടും മനുഷ്യ നന്മയ്ക്കെതിരാണ്. ഇവിടെ RSS
അതേ പാതയിലാണ്. യു പിയിൽ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അദ്ദേഹത്തെ നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും നേരത്തെ നിയോഗിക്കുകയും ഗുജറാത്തിൽ നടന്നതുപോലെയുള്ള വംശഹത്യ യു പിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയും ചെയ്തിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതായിരുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ ആ വിലയിരുത്തൽ അടിവരയിടുന്നു എന്നതാണ് പുതിയ സാഹചര്യം. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എൻ പി ചേക്കുട്ടി, എം വി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലാണ്. ജസ്റ്റിസ് വിഷ്ണു സഹായി കമ്മീഷൻ റിപ്പോർട്ട് 2013 നടന്ന ഒരു കലാപം കൃത്യം 2 വർഷം അടുപ്പിച്ച് നാം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ ഏതൊരു സമൂഹത്തിലും അതിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും എടുത്തു കഴിഞ്ഞാൽ ബിംബങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരിക്കും. 2 വർഷം മുമ്പ് ഈ കലാപം നടക്കുന്ന സമയത്തുള്ള വ്യക്തികൾ, അമിത്ഷാ അന്ന് എന്തായിരുന്നു, നരേന്ദ്രമോദി അന്ന് എന്തായിരുന്നു, കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം ഈ 2 പേരും ഇന്ന് എവിടെയാണ്? ഇത്തരം ബിംബങ്ങളെ നാം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ വിഷ്ണു സഹായി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എം വി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നു, സുരക്ഷിതത്വ ബോധം, തെറ്റുകളിൽ നിന്ന് ശരികൾ, ആ ശരികൾ നടപ്പാക്കാൻ ഭരണവർഗത്തിന് ആർജവം ഉണ്ടാകണം. ആ ആർജവം സാധാരണക്കാരുടെ കോൺഫിഡൻസ് ആകണം. പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ ജനത ആ കോൺഫിഡൻസിലല്ല എന്ന് എം വി ജയരാജൻ. എന്തുകൊണ്ട്? ഇത് വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മുസാഫർ നഗറിനെ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിൽ എന്താണോ സംഭവിച്ചത് ആ തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, അത്തരത്തിലൊരു വർഗീയമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കി കഴിഞ്ഞാൽ യു പിയിലെ തെരഞ്ഞെടുപ്പിനെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ വളരെ ബോധപൂർവം, വളരെ ആസൂത്രണത്തോടുകൂടി അവർ നടപ്പിലാക്കിയതാണ് ഈ അക്രമങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് അന്നും ആളുകൾക്കറിയായിരുന്നു. ഇപ്പോൾ ആ വസ്തുതകൾ പുതിയ ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥിരീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ.